അപ്പോൾ സ്വാഭാവികമായിട്ട് പുലിക്കൊരു ദിവസം 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ പരിധിയിൽ പെടും നമ്മൾ നിൽക്കുന്ന ഏരിയ അല്ല. നമ്മളവിടെ ടെൻറ്റ് അടിച്ചുകൊണ്ട് വേറെ കുട്ടികളില്ല അവിടെ, അതായത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെൻറ്റ് ഇതെന്താ തമിഴിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ 1 രൂപയ്ക്ക് ഇഡ്ഡലി, ഒരു ഇഡ്ഡലിക്ക് 1 രൂപ വെച്ചിട്ടാ. ഇവിടുത്തെ ഗവൺമെന്റിന് എന്തോ പരിപാടിയാണ്. ഇഡ്ഡലി പിന്നെ അതിലേക്ക് കറിയുണ്ട്. എങ്ങനെ വന്നാലും നമുക്കൊരു 5 രൂപ ഉണ്ടെങ്കിൽ 5 ഇഡ്ഡലിയും കറിയും കഴിക്കാം. നമ്മളിത് ഇഡ്ഡലി മേടിച്ചിട്ടാ, ഇതാണ് 5 ഇഡ്ഡലി ഇട്ടാ. നമുക്ക് ഓരോരുത്തർക്കും ചിലർക്ക് 3 ഇഡ്ഡലി 4 ഇഡ്ഡലി അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. 5 ഇഡ്ഡലി, അതെ 5 ഇഡ്ഡലിയാണ് ഒരാൾക്ക് കണക്ക് വെച്ചിട്ട് ഞങ്ങൾ മേടിച്ച. വേണ്ട കഴിക്കാം, ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും കിട്ടും കേട്ടോ. അവര് പറഞ്ഞു ഗൈസ്, നമ്മളിത് ഇന്നലെ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് അവസാനം, അതായത് അവിടെ തൊഴുത് അവിടുന്ന് എന്താ പറയാ അന്നദാനമൊക്കെ കഴിച്ചിട്ട് നേരെ കുറുമ്പലക്കോട്ട വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് രാത്രി അവിടെ ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇന്നലെ ഞങ്ങൾ നേരെ തിരുനെല്ലിന്ന് കുറുമ്പലക്കോട്ട പോയി. അതിന് താഴെ ടെന്റ് അടിച്ച് കിടന്നുറങ്ങായിരുന്നു. കാരണം രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് കയറാൻ കരുതി. കാരണം നമ്മൾ വണ്ടി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ താഴെ തന്നെ ടെന്റ് അടിക്കാന്ന് വിചാരിച്ചു. മേലേക്ക് നേരം വെളുക്കാൻ നേരത്ത് കയറാമെന്ന് വിചാരിച്ചിരുന്ന. അങ്ങനെ അവിടെ ടെന്റ് അടിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ആ സത്യം ഞങ്ങൾ അറിഞ്ഞത്. ഇതേ ഇന്നലെ മുതൽ സുൽത്താൻ ബത്തേരിന്ന് മറ്റോ 2 പേരെ പുലി കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. ഇന്നലെയാണെന്ന് തോന്നുന്നു. അതായത് 24 മണിക്കൂറിനുള്ളിൽ 2 പേരെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു 22 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. 22 കിലോമീറ്റർ അപ്പുറത്ത് വരെ പുലി എത്തിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുലിക്കൊരു ദിവസം 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ പരിധിയിൽ പെടും നമ്മൾ നിൽക്കുന്ന ഏരിയ അല്ല. നമ്മളവിടെ ടെൻറ്റ് അടിച്ചുകൊണ്ട് വേറെ കുട്ടികളില്ല അവിടെ, അതായത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെൻറ്റ് അടിക്കാനാണെങ്കിൽ വേറൊരു മനുഷ്യക്കുഞ്ഞില്ല. അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഇനിയിപ്പോൾ ആ ഏരിയയിൽ നമ്മൾ ഏതൊരു ട്രക്കിംഗ് സ്പോട്ട് ഇതുപോലെ വ്യൂ പോയിന്റ് കാണണമെന്ന് വിചാരിച്ചിട്ട് എവിടെ പോയിട്ടും കാര്യമില്ല. മൊത്തം ഈ ഭീതി മൊത്തത്തിൽ പടർന്നിട്ടുണ്ട്. ആളുകളൊന്നുമില്ല പുറത്തൊന്നും, എല്ലാവരും പുലിയെ പേടിച്ചിട്ട് എന്താ പറയുക വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെന്താക്കി, പിന്നെ വേറെ റിസ്ക് എടുക്കാൻ നിന്നില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് സെർച്ചൊക്കെ ചെയ്ത് മൈസൂർ പോകണോ, മൈസൂർ അല്ല അവിടെ നടക്കില്ല, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞ് അവസാനം ഞങ്ങൾ ചെന്ന് വെച്ചത് ഗൈസ് മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം ഊട്ടിയിൽ. ഊട്ടി പട്ടണം കേട്ടോ, ഈ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങളിപ്പോൾ ഊട്ടിയിലാണല്ലോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ ഉടനെ, അതായത് അവിടുന്ന് പോകുന്ന ഉടനെ തന്നെ ഒറ്റോർക്കുറങ്ങിയത്. ഞാൻ എണീക്കുന്ന സമയത്ത് ഇവിടെ ഊട്ടിയിലാണ്. തണുത്തിട്ട് എൻ്റെ ഗൈസ് നിൽക്കാൻ കഴിയുന്നില്ല. പുല്ല് കുറേ നേരം മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ. ചുണ്ട് വന്ന ഉടനെ തന്നെ ചുണ്ടിൽ ലിപ് ബാം എല്ലാം തേച്ച് ഇപ്പോഴത്തെ ഇവിടുന്ന് നല്ല വ്യൂ പോയി. അനീഷ് ഇത് എവിടെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരു ടീ ഫാക്ടറി ഉണ്ട് ഇവിടെ, ഇതിന് തൊട്ട് ബാക്കിൽ. അതെ, ഈ ടീ ഫാക്ടറിയുടെ ഇങ്ങോട്ട് വണ്ടി കയറ്റിയത് ഇവിടുന്ന് കിടിലം വ്യൂ ആണ് ഗൈസ്. രാവിലെ തന്നെ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇതിനേക്കാളും കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കോടയൊക്കെ. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ തണുപ്പ് ഇതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇവിടുന്ന് കൈയൊക്കെ ഓൾറെഡി മരവിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഊട്ടിയിലെ ഫസ്റ്റ് പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമ്മളിത് രാവിലെ തന്നെ ആ ടോപ്പ് വ്യൂ നമുക്കൊരു വ്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഖാലി ചായ മാത്രം. നല്ല ചായ, കിടിലൻ ചായയാണ്. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടാ. മച്ചാ എവിടെയാ ചായ? ഓ വേറെ ഇതില് 60 രൂപയാണ് കഴിച്ചു ഒരു ചായക്ക്. കുഴപ്പമില്ല, നമ്മള് ക്യാഷ് ഫണ്ട് നോക്കില്ല, ഫണ്ടുണ്ടല്ലോ. ചായയാണ് പ്രധാനം. അതെ, ചായയാണ്. ഷാനു നീ ഏതാണ്, ബൂസ്റ്റ് ആണോ? അതിന്റെ ടേസ്റ്റ് അത് 60 രൂപയുടെ ചായ ആയതുകൊണ്ടാ. സ്ഥലത്തന്നെ ചായ ഉണ്ടോ? എന്ത് രാവിലെ ചായ കുടിക്കുന്ന ശീലം ഇല്ലെന്നാണ് പറഞ്ഞത്. ചാരായ കഴിക്കും ചിലപ്പോ പതിവ്. ഒരു കാര്യമില്ല ഗൈസ്. നമ്മളിത് ഒന്ന് ഫ്രഷ് ആയിട്ടാ. എന്നിട്ട് ഇനിയിപ്പോ നേരെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ സർക്കിളിന് അടുത്ത് തന്നെ
ഇതുണ്ട്, ഇതെന്താ തമിഴിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ 1 രൂപയ്ക്ക് ഇഡ്ഡലി, ഒരു ഇഡ്ഡലിക്ക് 1 രൂപ വെച്ചിട്ടാ. ഇവിടുത്തെ ഗവൺമെന്റിന് എന്തോ പരിപാടിയാണ്. ഇഡ്ഡലി പിന്നെ അതിലേക്ക് കറിയുണ്ട്. എങ്ങനെ വന്നാലും നമുക്കൊരു 5 രൂപ ഉണ്ടെങ്കിൽ 5 ഇഡ്ഡലിയും കറിയും കഴിക്കാം. അത്ര അഫോർഡബിൾ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ലൈഫ് കഴിച്ചില്ല. അതെ ഇതാണ് കേട്ടോ, ഇവിടെയാണ് സ്പോട്ട്. ഇവിടുന്ന് ഇഡ്ഡലിയും പരിപാടികളൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇത് എല്ലാവരും നിന്നിട്ട് കഴിക്കണം, ചെയറില്ല, ഇരിക്കാൻ ചെയറൊന്നുമില്ല. ടോക്കൺ ഉണ്ട്. ഒരു മിനിറ്റ്, 415 എങ്ങനെ 415 അതായത് 5 ഇഡ്ഡലിക്കാണത്. 5 ഇഡ്ഡലിക്ക് 5 രൂപ അല്ലേ, അങ്ങനല്ലേ? 2 ടിക്കറ്റ്. അതായത് നോർമലായിട്ട് ഒരാൾ 4 കഴിക്കാറ്. നമ്മളൊന്ന് എക്സ്ട്രാ ചോദിച്ചപ്പോ 1 രൂപയുടെ കൂപ്പൺ കൂടെ വന്നു. അങ്ങനെ ആയിരിക്കല്ലേ ഗൈസ്? നമ്മളിത് ഇഡ്ഡലി മേടിച്ചിട്ടാ. ഇതാണ് 5 ഇഡ്ഡലി ഇട്ടാ. നമുക്ക് ഓരോരുത്തർക്കും ചിലർക്ക് 3 ഇഡ്ഡലി 4 ഇഡ്ഡലി അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. 5 ഇഡ്ഡലി, അതെ 5 ഇഡ്ഡലിയാണ് ഒരാൾക്ക് കണക്ക് വെച്ചിട്ട് ഞങ്ങൾ മേടിച്ച. വേണ്ട കഴിക്കാം. ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇനിയും കിട്ടും കേട്ടോ. അവര് പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി. കഴിച്ചു നോക്കട്ടെ. മച്ച എങ്ങനെയുണ്ട് അച്ഛാ? കഴിച്ചാ അനീഷ് ശർത്തറ എങ്ങനെയുണ്ട്? നൈസ്. എന്തായാലും കൊടുക്കുന്ന പൈസക്ക് മുതല് അത് ചേർത്തിട്ട് അങ്ങനെ ഒരു ഇത് അങ്ങനല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതിന്റെ വലിയ കാര്യം. 5 രൂപ ഇത്രയും കിട്ടുകയാണ് വലിയ കാര്യം. വലിയ അഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. ആ ഓക്കെ. ஆனா நீங்க இங்க என்னைக்குமே இங்க தான் சாப்பிட என்ன? ஆ ஓகே. 3 രൂപയ്ക്ക് ഈവനിങ് ഇത് ഒരു മാതിരി ഇത് കിട്ടും. ഉപ്മാ പറയാ. ആ ഗൈസ്, ഇവിടെ 1 രൂപയ്ക്ക് ഇഡ്ഡലി മാത്രമല്ല, ഉച്ചയ്ക്ക് 5 രൂപയ്ക്ക് ചോറുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം 3 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഉപ്മാവ്. ഇങ്ങനെ ഒരു ദിവസം ഒരാൾക്ക് വേണ്ട എല്ലാ ഫുഡും, അതായത് ഏകദേശം 9 രൂപ ഉണ്ടെങ്കിൽ മാക്സിമം 10 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം തീരും. ഗൈസ് അത്രയും ചീപ്പായി നമുക്ക് ഇവിടെ ജീവിക്കാട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിത് ഇഡ്ഡലി കഴിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാ. നിങ്ങൾ ഊട്ടിയിൽ വരുന്നവരുണ്ടെങ്കിൽ രാവിലെ സമയത്തൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ. കാരണം നമ്മളെ നാട്ടിലൊന്നും ഇന്നേരം ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ അന്നദാനം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇത് സ്ഥിരമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. 1 രൂപയ്ക്ക് ഇഡ്ഡലി, 5 രൂപയ്ക്ക് ചോറ്, 3 രൂപയ്ക്ക് പിന്നെ ഉപ്മാവ്, അങ്ങനെ എന്തോ. ഈവനിങ് ഒരാൾക്ക് ഒരു ദിവസം മൊത്തം കഴിയാനുള്ള ഫുഡ് ഇവിടെ ഉണ്ട്. ഒരു 10 രൂപയ്ക്ക് പരിപാടി ചെയ്യും, ഫുഡിന്റെ പരിപാടികളൊക്കെ. അപ്പൊ ഗൈസ് നമ്മളിനി ഒന്ന് മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ഒന്ന് റെഡി ആവാനുണ്ട്. അതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. നോക്ക്, ഉള്ളിൽ കയറൂട്ടാ. അതും കൊണ്ട് പോകൂട്ടാ. അവൻ കണ്ട്, അല്ല അവള് കണ്ട്. അങ്ങനെ ഡോക്ടർ ശരത്തറ ഇവനോട് ഷാനോട് അടയിലൊന്നും ഉണ്ടല്ലോ. ഇതില്ലേ ഇവരെ തിരിച്ച് ഇതാവട്ടാ. അല്ല ഫോട്ടോ എടുക്കാനല്ലേ, ഷൂട്ടിടണോ? നമ്മളിത് ഇവിടെ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ എടുക്കാന്ന് കരുതി വന്നേ. നമ്മൾ വന്നപ്പോൾ തൊട്ടത്തെ കുറെ മച്ചന്മാർ കൂടെ ഉണ്ട്. നമ്മൾ കുറെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അനീഷ അവിടെ എടുക്കുന്നുണ്ട്. എത്ര ടിക്കറ്റ് എത്ര? ക്യാമറ ഇല്ലല്ലോ. ക്യാമറ ഉണ്ടല്ലോ അല്ലേ? ഒരു ക്യാമറ ഉണ്ടല്ലോ അല്ലേ ഗൈസ്? നമ്മളിൽ ഒരു ക്യാമറ ഉണ്ട്. ഒരു ക്യാമറയ്ക്ക് 30 രൂപയാണ് ചാർജ്. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ നൈസ് ഫൂട്ടേജ് എല്ലാം കിട്ടുന്നതായിരിക്കുന്നത്. ക്യാമറയും കൊണ്ട് കയറുമ്പോൾ അതിന് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അതെ ഫോട്ടോഷൂട്ടിനുണ്ട് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അടുത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷം ടോയ് ട്രെയിനിൽ അവിടെയൊക്കെ കയറണം എന്നൊക്കെയാണ് പ്ലാന്. എന്തൊക്കെയാവും എന്തൊന്നും ഞങ്ങൾ വിചാരിച്ച പ്ലാൻ പോലും ഒന്നും നടക്കാറില്ല. ഇപ്പൊ ഇവൻ ഇവിടെ എത്തുന്നത് പോലും നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നല്ല. അല്ല ചേർത്തടാ, ഇവിടെ എത്തുന്നുള്ളത് പോലും നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നു. അതെ. എത്ര വെച്ചാൽ ടിക്കറ്റ്? ടോട്ടൽ 180. ക്യാമറയ്ക്ക് 30. അത് നന്നായി ഒരു കണക്ക്. ക്യാമറയ്ക്ക് പൊതുവെ 100 രൂപയൊക്കെ ടിക്കറ്റ് വേറെ തന്നെ മേടിക്കാറുണ്ട്. ക്യാമറ ഇതെന്ന് വെച്ചാ ക്യാമറ ഗൈസ് ഇതാണ്ട പൈൻ ഫോറസ്റ്റ്. ഇതിനുള്ള മൊത്തം പൈൻ മരങ്ങൾ. ഇതാണല്ലേ പൈൻ മരങ്ങൾ അച്ഛാ? ഓക്കെ അല്ലേ അച്ഛാ? ഗൈസ് ആളുകൾ അങ്ങനെ തിരക്കൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് കഴിക്കുന്ന ലൈസാ.
much deeper, you fall down. ഗൈസ്, ശരത്തേട്ടൻ നന്മയുള്ള ലോകത്തിന് ഉടമയാണ്. ആര് പോയിട്ട് സൗണ്ട് ഇട്ടിട്ട് പോയതാണ്. എന്റെ അഞ്ച് കുഞ്ഞുണ്ട്. ഓട്ടേർത്തറ ഒരു പറ്റ ആർക്കും തെറ്റുന്നല്ലേ? ആദ്യം കുടിക്കാൻ ഗൈസ്. അപ്പോൾ നമ്മളിത് ഊട്ടിയിലുള്ള എല്ലാവിധ പരിപാടികളും കഴിഞ്ഞ് അവസാനം ഇപ്പോൾ ചെറുവത്തൂർ എത്തിയിരിക്കുകയാണ്. ചെറുവത്തൂരിൽ നിന്ന് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. എന്നുവെച്ചാ എനിക്ക് ഏറ്റവും സുഖമുള്ള വഴി തന്നെ ആയിരുന്നല്ലോ അല്ലേ? സമയം 9:30 രാത്രി. രാത്രി 9:30 ഗൈസ്. പുലർച്ചെ 5 മണിയായിട്ടുണ്ട്. 5 മണി കഴിഞ്ഞു. 5:10 ബത്തേരി ഇറങ്ങിയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. മറ്റേ പിന്നെ ഏതായിരുന്നു സ്പോട്ട് അടുത്തത്? ബത്തേരി പോകാൻ പാടില്ല, കാരണം അത് തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊരു മോശം സമയവും സ്ഥലവും ആയതുകൊണ്ട് കോഴിക്കോട്ടേക്ക് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ മച്ചനോട്. പക്ഷെ ഞങ്ങൾ അവിടെ ആകെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു 2.5 മണിക്കൂർ. നമ്മളെ ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്ര ആളെ നോക്കണ ഗൈസ്. അപ്പൊ നമ്മളിത് അതായത് ഊട്ടിത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. നമ്മൾ മറ്റേ ഇവിടെ പോയില്ല ഷൂട്ടിംഗ് സ്പോട്ട്. ഊട്ടിയിൽ ഏറെക്കുറെ എല്ലാ സിനിമകളും, മലയാള സിനിമകളാണെങ്കിലും തമിഴ് സിനിമകളാണെങ്കിലും നമ്മൾ ഈ പഴയ കിലുക്കം പോലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഷൂട്ടിംഗ് സ്പോട്ട് അവിടെ പോയിരുന്നു ഞങ്ങള്. പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മളെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ഫോൺ ഒന്നാമത് ചാർജ് ചെയ്തു. നമ്മുടെ പവർ ബാങ്ക് ഇതെല്ലാം ഫോട്ടോ എടുത്താൽ മതി. പിന്നെ അപ്പൊ എത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു 3-4 ദിവസത്തെ ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. വെച്ചാ ട്രിപ്പ് എങ്ങനെയാ വെച്ചാ വർഷത്തിലൊരിക്കൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് ഉള്ളതാട്ടാ. കഴിഞ്ഞ വർഷം വരെ പോയതാണ്. അന്നൊന്നും നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത് വ്ളോഗിലാക്കുന്നത്. ഇത് ഷാനും അവിടെ ഇരിക്കുന്നുണ്ട്, അതേപോലെ ശരത്തറിന് അനീഷൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഇത് ഓക്കെ ഇതൊന്ന് എന്റെ ആയിക്കാന്ന് കരുതിയിട്ട് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് അടുത്ത വീട്ടിൽ വേണ്ട, ഞാനിപ്പോ അങ്ങോട്ട് അടുത്ത വീട്ടിൽ ഇനിയിപ്പോ ഉണ്ടാവും. അതെ, മച്ചാന്റെ വീഡിയോ ഈ വീഡിയോ വരുമ്പോ തന്നെ എന്തായാലും 10-20 ദിവസം എടുക്കും കേട്ടോ. അതിന് മുമ്പ് മച്ചാന്റെ വീഡിയോ വന്നിട്ടുണ്ടാവും. മച്ചാന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിവേക് വൈശാഖ് എന്നാണ് ചാനൽ. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ടോ മച്ചാന്റെ ചാനൽ. അത്രേ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.